എടാ ഇപ്പോൾ വർഷം 2050. ഞാനിപ്പോ താമസിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലാണ്. ട്രേഡിങ്ങും ബിസിനസ് ഒക്കെ ചെയ്ത് ഞാനെന്ന് വലിയൊരു കോടീശ്വരനാണ്. എടാ എന്റെ ഇവിടുത്തെ ഡെയിലി റൂട്ടീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ആടുകളും പശുക്കളൊക്കെ ഉണ്ട്. ഐറ്റുകളെ കൂട്ടി രാവിലെ തന്നെ മേയാനാണ്. പിന്നെ ഒരു 10-10:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് വീണ്ടും നമ്മൾ മുന്തിരിത്തോപ്പിലേക്ക് ഒന്ന് പോകും. അവിടെ കുറച്ചേരം കറങ്ങിയിട്ട് പിന്നെ ആപ്പിൾ തോട്ടത്തേക്ക് ഒന്ന് പോകും. പിന്നെ ക്യാരറ്റ് തോട്ടം, പിന്നെ കുറെ ഉണ്ട്, പറയുകയാണെങ്കിൽ തീരൂല. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വീടിന്റെ സൈഡിൽ കൂടി ഒരു തോടൊക്കെയുണ്ട്. അവിടെ പോയിട്ടൊരു കുളി വാസാക്കും. പിന്നെ നമ്മളെ കൃഷിയും കന്നുകാലികളൊക്കെ നോക്കാൻ 10-50 ആൾക്കാർ സെറ്റ് ആക്കിയിരിക്കണം. അതുകൊണ്ട് പിന്നെ വിഷയമില്ല. ചില ദിവസങ്ങൾ നമ്മളെ വീട്ടിൽ വിസിറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി ടൗണിലേക്ക് മിനി കൂപ്പർ എടുത്തു പോകും. പിന്നെ ഞങ്ങൾക്ക് മൊത്തത്തിൽ 3 വീടാണുള്ളത്. ടൗണിലൊരു വീടുണ്ട്, പിന്നെ ഹിൽ ടോപ്പിലൊരു വീടുണ്ട്, പിന്നെ ഈ കാണേക്ക് അടുത്ത വീട്. ഹിൽ ടോപ്പിലെ വീട്ടിൽ നമ്മൾ വീക്കെൻഡിൽ ഒന്ന് പോയിട്ട് ചില്ലാവട്ടെ ഫാമിലിക്കായിട്ട്. പിന്നെ നമ്മൾ ജനിച്ച വളർന്ന നാട് മറക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ സ്വന്തം ഹെലികോപ്റ്റർ എടുത്തിട്ട് നേരെ കേരളത്തിലേക്ക് വിടും. നമ്മൾ യൂസുഫ് അലിഖാന്റെ വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് ചായം കുടിച്ചിറങ്ങി എന്റെ പഴയ തറവാട്ടേക്ക് ഒന്ന് പോയിട്ട് ഞാൻ എന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് എന്റെ തറവാട് ഞാൻ പൊന്നു പോലെ കൊണ്ടെടുക്കാറുണ്ട്. കാറിനോട് ക്രൈസ് ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കളിപ്പാട്ടങ്ങൾ വീടിന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോ വരി വരുമ്പോഴും കേരളത്തിൽ ഒരുപാട് ഫണ്ട് ഇറക്കിയിട്ട് പാവങ്ങളെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ട് എല്ലാവരും നല്ലൊരു നിലയിലെത്തിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലേക്ക് എന്ന് വരികയാണെങ്കിൽ എനിക്ക് KSRTC കയറാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. നാളെ നമ്മൾ തിരിച്ച് സ്വിറ്റ്സർലാൻഡിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഇന്ന് രാത്രി നമ്മൾ സ്വന്തം തറവാട്ടിൽ കറങ്ങിയിട്ട് നാളെ പോവാന്ന് കരുതി. രാത്രി ഒരു 3 മണിക്ക് മൂത്രമൊഴിക്കാൻ എണീറ്റതാണ് സീനായത്. ലേറ്റ് ഇട്ട് നോക്കിയപ്പോൾ സ്വിറ്റ്സർലാൻഡും ഇല്ല, കേരളവും ഇല്ല. 25 കൊല്ലം മുന്നേ ദുബായിൽ കണ്ട അതേ അക്കോമഡേഷൻ.